A few moments later. Ready. Fight. So, 12 seconds later. അയ്യോ ഇതെല്ലാം ഇങ്ങനെ പോകുന്നു. 3 weeks later. ഹലോ എവ്രി വൺ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ റൂട്ടീനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബിക്കോസ് റീസെന്റ് ഞാൻ എൻ്റെ ലൈക്ക് 2 year ബാക്ക് എൻ്റെ ഹെയർ കംപ്ലീറ്റ്ലി ഇങ്ങനെ ആയിരുന്നില്ല. ഒരു കംപ്ലീറ്റ് ട്രാൻസിഷൻ സംഭവിച്ചു എൻ്റെ ഹെയറിന്. മൈ ഹെയർ വാസ് ലൈക്ക് മിക്സഡ് ഫോം ഓഫ് കേൾ ആൻഡ് സ്ട്രേറ്റ്. എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ഹെയർ ആയിരുന്നു ഇത്. സോ എനിക്ക് ഞാൻ പോയിന്റ് ഒക്കെ ഇട്ടിട്ട് ബാക്കിൽ ഒരു ബുഷി ലൈക്ക് ഒക്കെ ആയിരുന്നു. സോ അങ്ങനെയാണ് എനിക്ക് റീസെന്റ് മനസ്സിലായത്, നോട്ട് റീസെന്റ് 2 year ബാക്ക് എനിക്ക് മനസ്സിലായത് എന്റെ ഹെയർ വന്നത് ഒരു കേളി ഹെയർ ആണ്. കാരണം എനിക്ക് കേളി ഹെയറിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ കരുതിയത് കേളി ആൻഡ് സ്ട്രേറ്റ് മിക്സഡ് ആണെന്നാണ്. ബട്ട് എന്റേത് ശരിക്കും കേളിയാണ്. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് റിസർച്ച് നടത്തി. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടു, ഗൂഗിൾ ചെയ്തു, അങ്ങനെ കുറെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. അതില് കൺവീനിയന്റ് ആയിട്ട് എനിക്കിപ്പോ ലാസ്റ്റ് കുറച്ച് പ്രൊഡക്ട്സ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോ ഈ ഒരു റിസൾട്ടിലേക്ക് വന്നത്. സോ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്കിപ്പോ ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടുന്നുണ്ട്. എന്റെ ഓഫീസിൽ നിന്ന് അയക്കഴിഞ്ഞാലും എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് അയക്കഴിഞ്ഞാലും എല്ലാവരും ഇങ്ങനെ കുറെ സംശയങ്ങൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് വന്നത്? ബ്യൂട്ടി പാർലർ സ്ഥലങ്ങളൊക്കെ പോയിട്ടാണോ? സോറി ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ടാണോ? അതോ എങ്ങനെയാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണോ? നമുക്ക് ഒരുപാട് സംശയങ്ങളും പിന്നെ കോംപ്ലിമെന്റ്സും ഒക്കെ എനിക്ക് കിട്ടി. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് പേരൊക്കെ ഞാൻ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ. പിന്നെ ഞാൻ കരുതി എന്തുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ ആയിട്ടില്ല, കാരണം ഒരുപാട് പേര് ഇങ്ങനെ സംശയം കിട്ടുന്നത് എല്ലാവരും പറഞ്ഞു ഞാൻ കുറച്ച് ഫീഡ്ബാക്കാണ്. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ തോട്ടിൽ വന്നത്. സോ ഇനി ഞാൻ കംപ്ലീറ്റ്ലി എങ്ങനെയാണ് എന്റെ ഹെയർ വാഷ് റുട്ടീൻ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്, ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതൊക്കെ. അമ്മ വരുന്നുണ്ട്, എല്ലാം കട്ട് ചെയ്യണേ. സോ നമുക്ക് അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, ഡയറക്റ്റ് നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എണ്ണ തേക്കലാണ്. സ്കാൾപ്പിലെ എല്ലാ ഭാഗത്തും എണ്ണ തേച്ച് പിടിപ്പിക്കണം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മുടിയുടെ ടിപ്പ് എന്ന് പറയുന്നത്. ടിപ്പിൽ കുറച്ചധികം എണ്ണയെടുത്ത് ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. അധികവും ഡ്രൈ ആയി കിടക്കുന്ന പോർഷനാണ് നമ്മുടെ ഹെയറിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഡീറ്റാങ്കിളിംഗ് ആണ്. ഡീറ്റാങ്കിളിംഗ് ഞാൻ ഈ ഒരു കോംബ് വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറ്, അതും എണ്ണ തേച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യാറ്. ഈ ഒരു സ്റ്റേജിലല്ലാതെ കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഇതുപോലെ കോംബ് ഉപയോഗിച്ച് ഡീറ്റാങ്കിളിംഗ് ചെയ്യാം. കേളി ഹെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോമ്പിംഗ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ, അതായത് കുളിക്കുന്ന ഡേ അല്ലെങ്കിൽ എണ്ണ തേച്ച് കഴിഞ്ഞപ്പോഴുള്ള ഒരു സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ കോമ്പിംഗ് ചെയ്യാറുള്ളൂ. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കോംബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേൾസൊക്കെ ഓപ്പൺ ആവും. സോ സാധാരണ സ്ട്രേറ്റ് ഹെയർസ് ചെയ്യുന്നത് പോലെ നമ്മൾക്ക് ആഫ്റ്റർ ഹെയർ വാഷ് നമുക്ക് കോംബ് ചെയ്യാൻ പറ്റില്ല. സോ ഇനി നമുക്ക് ഹെയർ വാഷിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ഹെയർ നനച്ചു, അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ഷാംപൂയിങ് ആണ്. പ്ലമ്മിൻ്റെ അവക്കാഡോ ആൻഡ് അർക്കൻ ഫ്രിസ് കൺട്രോൾ ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഷാംപൂയിങ് കഴിഞ്ഞതിന് ശേഷം അഗെയിൻ വാഷ് ചെയ്യുക. സ്കാൾപ്പിലെ എല്ലാ ഭാഗത്തും നമ്മുടെ ഷാംപൂ എത്തിച്ച് വാഷ് ചെയ്യണം. ഇതെൻ്റെ ഫേവറേറ്റ് ഷാമ്പു ആണ്. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഷാമ്പു ആണ്. സോ എനിക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നമ്മൾക്ക് സ്കാൾപ്പിൽ ഒരു ഇച്ചിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ക്ലീൻ ആവുകയും ചെയ്യും. ഒരുപാട് ലേദറൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇറ്റ് വിൽ ബി വെരി ക്ലെൻസിങ്. സോ നമ്മുടെ സ്കാൾപ്പൊക്കെ നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അധികമുള്ള വെള്ളം ഇതുപോലെ ഒന്ന് നമുക്ക് കളയാം.
സോ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കണ്ടീഷനിങ് ആണ്. ലോറിയൽ പാരീസ് എക്സ്ട്രാ ഓർഡിനറി ഓയിൽ നറിഷിംഗ് കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മുടെ കയ്യിൽ ഇതുപോലെ എടുത്ത് നമ്മൾക്ക് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഈ കണ്ടീഷണറിൻ്റെ സ്മെല്ല് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സ്കാൽപ്പിൽ ഒരിക്കലും കണ്ടീഷണർ തേക്കാൻ പാടില്ല. ഇതുപോലെ ഈ ലെങ്ത് വരുന്ന പോർഷനിൽ മാത്രം കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കണ്ടീഷണർ ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ കോംബ് ഉപയോഗിച്ച് ഒന്ന് കോം ചെയ്യാം. അപ്പോൾ ഇനി എന്തെങ്കിലും ചെറിയ ചില കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മുടിയിൽ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എണ്ണ തേച്ച് ഡീറ്റാങ്കിൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഡീറ്റാങ്കിളിങ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഒരു ഷവർ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് മുടി ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വെക്കാം. ഇതുപോലെ മുടിയെല്ലാം ഷവർ ക്യാപ്പിനുള്ളിലോട്ടാക്കിയിട്ട് നമുക്ക് ഷവർ ക്യാപ്പ് ടൈറ്റ് ചെയ്ത് വെക്കാം. സോ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾക്കിനി ഷവർ ക്യാപ്പ് റിമൂവ് ചെയ്യാം. ഷവർ ക്യാപ്പ് റിമൂവ് ചെയ്ത് അഗെയിൻ നമ്മൾ അത് വാഷ് ചെയ്ത് കളയണം. വെള്ളം ഉപയോഗിച്ച് നമ്മൾ അഗെയിൻ വാഷ് ചെയ്ത് കളയാണ്. ഒരുപാട് വാഷ് ചെയ്തിട്ട് കണ്ടീഷണർ മുഴുവൻ കളയണമെന്നില്ല. കുറച്ചൊരു ലീവിനായിട്ട് അവിടെ കിടന്നാലും വലിയ കുഴപ്പമില്ല. കുറച്ച് ഒരു 2-3 മഗ് വെള്ളം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് വാഷ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേളിംഗ് ക്രീം അപ്ലൈയിങ് ആണ്. കേളിംഗ് ക്രീമിന് പകരമായി ഞാൻ അഗെയിൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോറിയൽ കണ്ടീഷണറാണ്. സോ ഇതെനിക്കറിയാം എല്ലാവർക്കും ഒരു അടിപൊളി ടിപ്പാണ്. നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി കേളിംഗ് ക്രീമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതുപോലെ ഹാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര കൈ നല്ല സ്ലിപ്പറി ആയിട്ട് മുടിയിൽ കൂടെ കടന്നു പോകും. സോ ആ ഒരു സ്റ്റേജ് ആയാൽ അടുത്ത് നമ്മൾ അഗെയിൻ കോമ്പെടുത്ത് ഇതേപോലെ കോം ചെയ്യണം. ഉള്ളിൽ നിന്നും പുറത്തോട്ടേക്ക് കുറച്ച് കൈക്ക് ചെറിയൊരു ഫോഴ്സ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. മുടി ഒരുപാട് അടർന്നു വരുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല. സോ അടുത്ത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. ജെൽ അപ്ലൈയിങ് ആണ്. സോ അതിനായി വാവ് സ്കിൻ ആൻഡ് മൾട്ടിപർപ്പസ് അലോവേര ജെല്ലും അതേപോലെ ഫിക്സ് മൈ ഗേൾസിൻ്റെ ക്വെഞ്ചിങ് സീഡ് ജെല്ലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മിക്സ് ചെയ്തിട്ടോ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ സാധാരണ കൂടുതലായി അലോവേര ജെല്ലും അതിൽ ഒരു പിഞ്ച് ഓഫ് ഫിക്സ് മൈ ഗേൾസ് ജെല്ലും യൂസ് ചെയ്യാറുണ്ട്. സംടൈംസ് ഓൺലി അലോവേര ജെൽ മാത്രം യൂസ് ചെയ്യാറുണ്ട്. അതിനുശേഷം കയ്യിൽ ഇതേപോലെ എല്ലായിടത്തും എത്തിച്ച് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാം. വളരെ സ്ലോലി ആയിട്ട് എല്ലാ ഹെയറും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഇതുപോലെ അപ്ലൈ ചെയ്യാം. സോ നമ്മൾ ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലോട്ട് കടന്നിരിക്കുകയാണ്. ഇനിയാണ് സ്ക്രഞ്ചിങ് സ്റ്റേജ് വരുന്നത്. അതിനായി നമ്മൾ ഈ ഒരു ടവൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ സ്ക്രഞ്ചിങ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഗേൾസൊക്കെ ഇങ്ങനെ ഡെവലപ്പായി വരുന്നത്. അതിനുശേഷം ഇതേപോലെ പുറകിലുള്ള മുടി കൈവച്ച് ഇങ്ങനെ എടുത്ത് നേരെ ബാക്കിലോട്ടേക്ക് ഇടണം. അതിനുശേഷം ഈ ഫ്രണ്ടിലത്തെ മുടി ഇതേപോലെ ഒരു ക്ലിപ്പ് വെച്ച് കുറച്ചൊന്ന് ഹൈറ്റിൽ പൊക്കി വെച്ച് ഇങ്ങനെ ഗ്രാബ് കൊണ്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇനി കുറച്ച് ഡ്രൈ ആകുന്നവരെ ഇതേപോലെ വെക്കണം. സോ നമ്മുടെ ഹെയർ വാഷ് കഴിഞ്ഞു. ഇത്രയാണ് എൻ്റെ ഹെയർ വാഷ് റൂട്ടീൻ വരുന്നത്.